മറ്റൊരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ നൈറ്റ് വിജിൽ ഹാള് ഇവിടുത്തെ ശാലോമിൻ്റെ പ്രെയർ ഹാളാണ്. മോർണിംഗ് പ്രെയർ ഇവിടെയാണ്, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇവിടെയാണ്. ഇതിന് മുകളിലേക്കൊന്ന് നോക്കിക്കേ. ഒരു 10 വർഷം മുമ്പ് ഇതിന് മുകളിൽ ഷീറ്റ് ഇട്ടതാണ്. അപ്പോൾ ഈ ഷീറ്റ് ദ്രവിക്കാൻ തുടങ്ങി. ഇപ്പോൾ മഴക്കാലത്ത് നനയുന്നുണ്ട്, മഴക്കാലത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ് കോൺക്രീറ്റ് ചെയ്യണം. അതിനുശേഷം അതിന് മുകളിൽ ഒരു ഫ്ലോർ പണിത് കുറച്ച് ഗസ്റ്റ് റൂമുകളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഇപ്പോൾ ശാലോമിൻ്റെ സാമ്പത്തിക മേഖല അതിന് സമ്മതിക്കുന്നില്ല. അതിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഈ വിഷയം ഏൽപ്പിക്കുകയാണ്. ആവശ്യമായ സമ്പത്ത് കർത്താവ് ക്രമീകരിച്ച് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പൊളിച്ച് ഇത് ഷീറ്റ് കളഞ്ഞ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ ബിൽഡിംഗ് ഉണ്ടാക്കാനാണ് പ്ലാനുള്ളത്. ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ഇതിനാവശ്യമായ സമ്പത്ത്, വലിയ എമൗണ്ട് ആവശ്യമാണ്. ഇതിനുള്ള സമ്പത്ത് ഈശോ ക്രമീകരിച്ച് തരണം. കണ്ണുകളടയ്ക്കാം. ഈ ആവശ്യം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, ഞങ്ങൾ ഈ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല സമ്പത്തിൻ്റെയും ഉറവിടമായ അവിടുന്ന് സമ്പത്തിൻ്റെ കവാടം തുറന്ന് ശാലോമിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനാ ഹാളിനെ കർത്താവെ കോൺക്രീറ്റ് ചെയ്യാനും മുകളിൽ ഓഫീസൊക്കെ പണിയാനുള്ള ആഗ്രഹത്തെ നിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ശാലോമിനെല്ലാം നൽകുന്ന അവിടെ നിന്നാണല്ലോ. കർത്താവെ, വീണ്ടും സമ്പത്തിൻ്റെ കവാടം തുറന്ന് ആവശ്യമായ മുഴുവൻ സമ്പത്ത് നൽകി ശാലോമിനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, ഈ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമേൽ നിൽക്കാം. നമുക്കറിയാം, രാജാക്കന്മാരുടെ രാജാവ്, സൈന്യങ്ങളുടെ കർത്താവ് എഴുന്നള്ളി വരികയാണ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി. ഈ സമയങ്ങളെല്ലാം കർത്താവ് നമ്മളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൈവം നേരിട്ടിതാ ഇറങ്ങി വരുന്നു. കർത്താവിൻ്റെ സ്നേഹം നിന്റെ കണ്ണുകൾ കൊണ്ട് കാണത്തക്ക രീതിയിൽ, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ ഈശോ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വരുന്നു. പ്രാർത്ഥന സ്വീകരിക്കാനും നിന്നെ തൊടാനും നിന്നെ സൗഖ്യപ്പെടുത്താനുമായി ഈശോ കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഗാനം ആലപിച്ച് ഈശോയെ നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. യേശുവിൻ നാമത്തിൻ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. വഴി കൊടുക്കുക. ആദരവോടെ സ്വീകരിക്കാം. വലിയ ആദരവോടെ ഈശോയെ സ്വീകരിക്കാം. രാജാക്കന്മാരുടെ രാജാവിനെ സ്വീകരിക്കാം. അങ്ങേക്ക് തുല്യനായാരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടും. നീയാണെൻ ദൈവമേ, എൻ പിതാവേ.
കർത്താവിന് നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇതാ രാജാക്കന്മാരുടെ രാജാവ്, സൈന്യങ്ങളുടെ ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു. കണ്ണു തുറന്ന് നമുക്ക് ഈശോയെ നോക്കാം. കണ്ണു തുറന്ന് നമുക്ക് ഈശോയെ നോക്കാം. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഈശോ പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി തീർന്നു. ക്രിസ്തുവിനെ നോക്കുന്നവർ പ്രകാശിതരായി തീരുന്നു. കാരണം അവിടുന്ന് ലോകത്തിൻ്റെ പ്രകാശമാണ്. കണ്ണുകൾ തുറന്ന് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ നോക്കാം. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചമാണ് കർത്താവായ യേശു ക്രിസ്തു. ഓ യേശുവേ, ആ വെളിച്ചത്താൽ എൻ്റെ ഹൃദയത്തെ, ആ വെളിച്ചത്താൽ എൻ്റെ കുടുംബത്തെ, ആ വെളിച്ചത്താൽ എൻ്റെ ജീവിതത്തെ, ആ വെളിച്ചത്താൽ എൻ്റെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് പ്രകാശമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രകാശം കൊണ്ട് ജീവിതത്തിൽ അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരകൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് എല്ലാം മറന്ന് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ, സ്വർഗം നൽകിയ പ്രകാശമായ ക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. എൻ്റെ കർത്താവേ ആരാധിക്കുന്ന കർത്താവേ, എൻ്റെ പ്രകാശമേ ആരാധന, എൻ്റെ ദൈവമേ അങ്ങേക്ക് ആരാധന, എൻ്റെ കർത്താവേ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് 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 സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആനന്ദത്തോടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഉന്നതനാം കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആദിജാതൻ അധിപതിയും നിത്യപിതാവും നീ, ഉന്നതനാം കർത്തൻ നീ, രാജപുരോഹിതൻ നീ. ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും, ആരാധിക്കാം, ആരാധിക്കാം നാം ആത്മാവിലും, ആരാധിക്കാം നാം സത്യത്തിലും. എൻ്റെ ആത്മനാഥൻ എൻ്റെ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. എൻ്റെ ആത്മനാഥൻ എൻ്റെ രക്ഷകൻ, സ്തുതിക്ക് യോഗ്യൻ നീ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് ആരാധിക്കാം. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയിൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയിൽ പിടിച്ചെടുത്തു. പാവനദീനം തന്നു പാപത്തിൻ കറപൊക്കി, പാവനദീനം തന്നു പാപത്തിൻ കറപൊക്കി. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാലും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാം യേശുവേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശാന്തമായിട്ടിരിക്കാം കർത്താവിന് മുമ്പിൽ. നമ്മുടെ കർത്താവ് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണ്. ഒരിക്കൽ യേശു ക്ഷണം സ്വീകരിച്ച് ഒരു വിവാഹത്തിനായി വിവാഹഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അത് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമായിരുന്നു, ശക്തി പ്രകടിപ്പിക്കാത്ത ഒരു ദൈവം. ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിനിടയിൽ അവരോടൊപ്പം സന്തോഷിക്കാനും ആനന്ദിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കടന്നുപോയവൻ ക്രിസ്തു. അവിടെ വെച്ചാണ് ആ കുടുംബത്തിന് വലിയൊരു അപമാനമുണ്ടാകുന്നത്. അവരുടെ വീഞ്ഞു തീർന്നു പോകുന്നു. അവൻ്റെ അമ്മ അവനോട് പറയുന്നു, വീഞ്ഞില്ലെന്ന് പറയുന്നു. മറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തു, ശക്തി ആരും കണ്ടിട്ടില്ല, ശക്തി പ്രകടമാക്കിയിട്ടില്ല. തിരുവോസ്തിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, യേശു പച്ചവെള്ളം എടുക്കുന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു, മേൽത്തരമാക്കി മാറ്റുന്നു. കർത്താവ് നോക്കുമ്പോൾ അവർക്ക് അവിടെ തീർന്നു പോയത് വീഞ്ഞാണ്. വീഞ്ഞ് തീർന്നു പോയി. ഈശോ ചുറ്റും നോക്കുമ്പോൾ അവിടെ ധാരാളമുള്ള സാധനമുണ്ട്, പച്ചവെള്ളം. പച്ചവെള്ളം ധാരാളമുണ്ട്. അവിടുത്തെ കിണറ്റിലും പുഴയിലും കുളത്തിലുമൊക്കെ ഇഷ്ടം പോലെ പച്ചവെള്ളമുണ്ട്. വലിയ വിലയില്ലാത്തൊരു സാധനം, ആർക്കും വലിയ ആവശ്യമില്ലാത്ത സാധനം, ആരും അമൂല്യമായി കാണാത്തൊരു സാധനമാണ് പച്ചവെള്ളം. അവർ അമൂല്യമായി കണ്ടത്, വിലപ്പെട്ടതായി കണ്ടത് വീഞ്ഞായിരുന്നു. ആ വീഞ്ഞ് തീർന്നുപോയി. എന്നാൽ ദൈവത്തിന് മറഞ്ഞിരുന്ന ആ ക്രിസ്തുവിന് ആർക്കും വേണ്ടാത്തതിനെ വലിയ വിലയില്ലാതെ നിന്ന് കരുതിയ ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ പറ്റി. അവൻ ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. അവന് ശക്തി പ്രകടിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ദൈവം ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒത്തിരി അമൂല്യമെന്ന് കരുതിയ ഒത്തിരി വീഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ വീഞ്ഞ് തീർന്നു പോയതിൻ്റെ വേദനയാൽ നീ തളരുകയായിരിക്കാം, വേദനിക്കുകയായിരിക്കാം. വീഞ്ഞ് വില കൂടിയതാ, പ്രിയപ്പെട്ടതാ. എന്നാൽ ഇതാ നിന്റെ ചുറ്റും നോക്കിക്കേ, അത്ര അമൂല്യമല്ലാത്തത്, വിലയില്ലെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ നിന്റെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ വിലയില്ലെന്നൊക്കെ തോന്നുന്നത് നിന്റെ ജീവിതത്തിലെ സഹനങ്ങളും കഷ്ടപ്പാടുകളുമായിരിക്കാം, കണ്ണുനീരായിരിക്കാം. അത് ഒത്തിരി നിന്റെ ജീവിതത്തിലുണ്ട്. അതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തേ. ആ പച്ചവെള്ളത്തെ കൊടുത്തപ്പോൾ ക്രിസ്തു ആശീർവദിച്ചു, വീഞ്ഞായി മാറി. വിലയില്ലാത്തതിനെ അവിടുന്ന് വിലപ്പെട്ടതാക്കി മാറ്റി. ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ദൈവം വില കുറഞ്ഞെന്ന് നീ ചിന്തിച്ചിരുന്ന നിന്റെ സഹനത്തെയും നിന്റെ കണ്ണുനീരിനെയും നിന്റെ പരാതികളെയും നിന്റെ നിലവിളിയെയും നിന്റെ അലച്ചിലുകളെയും കഷ്ടപ്പാടുകളെയും എന്തുമാത്രം നിന്റെ ജീവിതത്തിലുണ്ട്, അതിനെ അവിടുന്ന് ബ്ലസ് ചെയ്യും, അതിനെ അവിടുന്ന് ആശീർവദിക്കും. അത് മേൽത്തരം വീഞ്ഞായി, വലിയ അനുഗ്രഹമായി, വലിയ സമ്പത്തായി, വലിയ സമ്പന്നതയായി ക്രിസ്തു മാറ്റാൻ പോവുകയാണ്. രണ്ട് കരങ്ങളിൽ നമുക്ക് യേശു സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം, നീട്ടിപ്പിടിക്കാം. ഇതാ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ രക്ഷകൻ. നിന്റെ ജീവിതത്തില് വിലയില്ലെന്ന് നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ, വില കുറഞ്ഞാണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ, അതിനെ കർത്താവ് കരങ്ങളിൽ എടുക്കാൻ പോകുന്നു. അതിന്റെ മേൽ കർത്താവ് കരങ്ങൾ വയ്ക്കാൻ പോകുന്നു. അതിനെ ക്രിസ്തു ആശീർവദിക്കാൻ പോകുന്നു. അതൊരു പക്ഷേ നിന്റെ മക്കളായിരിക്കാം, നിന്റെ ജീവിത പങ്കാളിയായിരിക്കാം, നിന്റെ കൃഷിയിടങ്ങളായിരിക്കാം, നിന്റെ ബിസിനസ് സ്ഥാപനമായിരിക്കാം, നിന്റെ ജോലിയായിരിക്കാം, നിന്റെ തഴക്ക ദോഷങ്ങളായിരിക്കാം, നിന്റെ കുറവ ബലഹീനതയായിരിക്കാം. ഇതിനെയും ദൈവത്തിന് അമൂല്യമാക്കി മാറ്റാൻ പറ്റും. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുക, യേശുവിലേക്ക് വിളിക്ക്. മറഞ്ഞിരിക്കുന്ന എന്റെ ദൈവമേ, എന്റെ കുടുംബത്തിൽ ശക്തി പ്രകടമാക്കണമേ, എന്റെ സഹനത്തിൽ നിന്റെ ശക്തി പ്രകടമാക്കണമേ, എന്റെ കണ്ണുനീരിൽ നിന്റെ ശക്തി പ്രകടമാക്കണമേ, എന്റെ രോഗപീഠകളിൽ എനിക്ക് ആവശ്യത്തിലധികം രോഗപീഠകളുണ്ട്, നിന്റെ ശക്തി പ്രകടമാക്കണമേ കർത്താവേ.
വർഷങ്ങളായി കണ്ണുനീരുണ്ട് നിന്റെ ജീവിതത്തിൽ, അവിടെ നിന്റെ ശക്തി പ്രകടമാക്കണമേ. അതിനെ നീ വീഞ്ഞാക്കി മാറ്റണമേ, അനുഗ്രഹമാക്കി മാറ്റണമേ. രണ്ട് കരങ്ങളും ഉയർത്തി, രണ്ട് കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി, എല്ലാം മറന്ന് വീണ്ടും വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വ്യക്തിയും ഈശോ തൊടും, എല്ലാവരും അനുഗ്രഹിക്കും. ഇതാ നേരത്തെ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ ശക്തി, സൗഖ്യം ഇവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു, സൗഖ്യം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ രോഗപീഠകൾ യേശു എടുത്തു മാറ്റുന്നു, നിന്റെ തകർച്ചകൾ യേശു എടുത്തു മാറ്റുന്നു, കണ്ണുനീർ യേശു എടുത്തു മാറ്റുന്നു, വേദന യേശു എടുത്തു മാറ്റുന്നു. കടഭാരത്തിലേക്ക് ദൈവം കടന്നു വരുന്നു. വിളിക്ക്, സ്വരമുയർത്തി വിളിക്ക്, ശബ്ദമുട്ടി വിളിക്ക്, യേശുവേ. Hallelujah, 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 hallelujah. യേശുവേ, 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 യേശുവേ. മനുഷ്യനല്ല സാധ്യമാ അവരോട് കരുണ കാണിക്കണമേ. നമ്മോട് കൂടെയുണ്ട്. മനുഷ്യനല്ല സാധ്യമാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. മനുഷ്യനല്ല സാധ്യമാക്കുന്നവൻ നമ്മോട് കൂടെയുണ്ട്. മനുഷ്യനല്ല സാധ്യമാക്കുന്നവൻ ഞങ്ങളെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയും. ഞങ്ങളുടെ മുറിവുകളൊക്കെ നിനക്ക് സാധിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കുവാൻ നിനക്ക് കഴിയും. ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹിക്കാൻ നിനക്ക് കഴിയും. കർത്താവേ, കൃപ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അഭിഷേകം ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, സ്തോത്രം. കെട്ടുകൾ അഴിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. രോഗികളെ സുഖപ്പെടുത്തുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കുടുംബങ്ങളെ രക്ഷിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തകർന്ന ജീവിതങ്ങളെ പുനരുദ്ധരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തകർന്നുപോയ കുടുംബങ്ങളെ നീ വീണ്ടും പുതുക്കി പണിയുന്നത് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം. ദൈവമേ, സ്തോത്രം. യേശുവേ, നന്ദി. ഹല്ലേലൂയ. കർത്താവ് അനേകരുടെ കണ്ണുനീർ തുടച്ചു മാറ്റി ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുന്നതാണ് കർത്താവ് കാണിച്ചു തരുന്നു. ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകരുടെ സൗഖ്യം കർത്താവ് പൂർണ്ണമാക്കി നൽകുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാധിക്കാത്തത് ഒന്നുമില്ലെന്ന് ഏറ്റു പറയുന്ന കർത്താവേ, ലഭിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷം നൽകിയ വ്യക്തിയുടെ കർത്താവ് ഉയർത്തുന്നതായിട്ട് കാണിച്ചു തരുന്നു. നിന്റെ നാമത്തിന് മുമ്പിൽ കീഴടങ്ങാത്തതായി യാതൊന്നുമില്ലെന്ന് ഏറ്റു പറയുന്ന ആ സർവ്വത്തിലും പെട്ടതാണ് ഞങ്ങളുടെ രോഗങ്ങളെ നേറ്റു പറയുന്നു, ഞങ്ങളുടെ മുറിവുകളെ നേറ്റു പറയുന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങളെ നേറ്റു പറയുന്നു. കർത്താവേ, രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. നീ സ്നേഹിക്കുന്ന ദൈവമാണെന്ന്, നീ രക്ഷിക്കുന്ന ദൈവമാണെന്ന്, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് കർത്താവ് ഈ രാത്രിയിൽ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നീ തെളിവുകൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നീ ഉദാഹരണങ്ങൾ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങൾ കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, ആരുമില്ല, ആരുമില്ല. വലതുകരം ഉയർത്തി ഈ നാളുകളിൽ
ലോകത്തെ ഭീതിയിലാഴ്ത്തി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ ശാസിക്കാം. വലതുതരം വിശ്വാസത്തിൽ ഉയർത്തിപ്പിടിക്കാം. സർവ്വത്തിൻ്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ട്, എല്ലാത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശിക്ക് ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് യേശു നാമത്തിൽ നിഷ്കാസനം ചെയ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ലോകത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും എല്ലാ വൈറസുകളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. യേശു നാമത്തിൽ ശക്തിയിൽ കൊറോണ വൈറസ് ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 കർത്താവായ യേശുവേ, അവിടുന്ന് സ്ഥാപിച്ച കത്തോലിക്ക സഭയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സഭയിലൂടെയാണല്ലോ അവിടുന്ന് ജീവിക്കുന്നത്, സഭയിലൂടെയാണല്ലോ അവിടുന്ന് പ്രവർത്തിക്കുന്നത്, സഭയിലൂടെയാണല്ലോ ഞങ്ങൾക്ക് ഉദാശകളിലൂടെ പാപമോചനവും ദൈവാനുഗ്രഹങ്ങൾ കിട്ടുന്നത്, സഭയിലൂടെയാണല്ലോ എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾക്ക് ലഭിക്കുന്നത്, സഭയിലൂടെയാണല്ലോ ഞങ്ങൾക്ക് ആത്മരക്ഷ ലഭിക്കുന്നത്. കർത്താവെ, സഭയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് സഭയുടെ തലയായിരുന്നു കൊണ്ട് സഭയെ നയിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സഭയെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ ശക്തികളും നിന്റെ നാമത്തിന്റെ ശക്തിയിൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് ഐശ്വര്യവും പുരോഗതിയും വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മെത്രാന്മാർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർദിനാൾമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഉപദ്രവിക്കുന്ന, സഭയെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, സഭയെ രക്ഷിച്ച് അനുഗ്രഹിക്കുന്നതോർത്ത് വളർത്തുന്നതോർത്ത് സകല തിന്മകളിൽ നിന്നും രക്ഷിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ ഇടവകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രൂപതകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവ വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ നന്ദി. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ശാലോം സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തെ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ശാലോമിനെ അനുഗ്രഹിച്ച് ലോകത്തിന് അനുഗ്രഹമാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങാണ് രക്ഷകൻ, അങ്ങ് മാത്രമാണ് ഏകരക്ഷകൻ എന്ന സത്യം ലോകത്തിൻ്റെ അതിരുകളോളം പ്രഘോഷിക്കാൻ ശാലോം മിനിസ്ട്രി ഉയർത്തണമേ. കർത്താവെ, അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭയെ പടുത്തുയർത്താൻ ശാലോമിനെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ശാലോമിനെ സഹായിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും, ശാലോമിൻ്റെ എല്ലാ ഏജന്റുമാരെയും, ശാലോമിനെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാലോമിനെ നേതൃത്വത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ശാലോമിനെ അനുഗ്രഹിച്ച് ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റണമേ. അവിടുത്തെ ശക്തി അവിടുന്ന് ശുശ്രൂഷയുടെ മേൽ അവിടുന്ന് പ്രകടമാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. മുട്ടുമേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. ആസ്വദിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഭവനത്തെ ആശീർവദിക്കും. ആദായ വരുമാന മാർഗങ്ങളെ ഈശോ ആശീർവദിക്കും. വിദൂരങ്ങളിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കും. അവിടുത്തെ പ്രകാശം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയും. കർത്താവെ, അവിടെ തന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. മാനവരെ
സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വലിയ ആദരവോടെ ശിരസ് നമിച്ച് കർത്താവെ അവിടുത്തെ പരമമായ ആശീർവാദം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, നന്ദീശുവേ നന്ദീശോ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ആരാധന ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് നിരോമരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് നിരോമരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരണീശോയ്ക്ക് നിരോമരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാമേ ഹോയേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു.